വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്രസ്സിംഗ് മോഡ്സിൽ നിന്നുള്ള ചില MCQ ക്വസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചില MCQs ആണ്. അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രക്ഷൻ മൂവ് AX, BX ഈസ് എൻ എക്സാമ്പിൾ ഓഫ് register addressing mode, direct addressing mode, register relative addressing mode, register indirect addressing mode. ഇത് കഴിഞ്ഞ വർഷം 2022 വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് അഡ്രസ്സിങ് മോഡ്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിലേതിലാണ് ഈ പറഞ്ഞിരിക്കുന്നൊരു ഇൻസ്ട്രക്ഷൻ വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ഇതിൽ AX ഉണ്ട് അല്ലേ. AX എന്ന് പറയുന്ന രജിസ്റ്ററാണ്. അതുപോലെ തന്നെ BX എന്ന് പറയുന്നൊരു രജിസ്റ്ററാണ്. നമ്മൾ AX BX എന്നല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, മറിച്ച് AX, BX ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ BXൽ വന്നിരിക്കുന്നത് എന്തായിരിക്കും? ആ BXൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, ആ എഫക്റ്റീവ് അഡ്രസ്സിൽ, അതായത് നമ്മുടെ രജിസ്റ്റർ ഉണ്ട് BX, അപ്പം ആ BX എന്ന് പറയുന്നതിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ 100 ആണ് എങ്കിൽ ആ 100ലേക്ക് പോയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, അതിലൊരു വാല്യൂ എടുക്കുന്നത്. ആ വാല്യൂ ഏതിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്? AXലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ആണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണോ, രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണോ, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണോ? അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ് അല്ലേ. കാരണം രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ് നമുക്ക് AXൽ ഉണ്ടായിരിക്കുക. എന്തായിരിക്കും അവിടെ വരുന്നത്? ഈ ഒരു രീതിയിലായിരിക്കില്ല, മറിച്ച് എങ്ങനെയാണ് വരിക? മൂവ് AX, BX എന്നായിരിക്കും വരുന്നത്. അപ്പോൾ BXലുള്ള വാല്യൂ ഡയറക്റ്റ് AXലേക്ക് മൂവ് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്കവിടെ ഇതിൻ്റെ രണ്ടിലിടയ്ക്കുള്ളൊരു ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു രീതി നമുക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ 32-bit microprocessor having 32-bit instructions composed of two fields. The first byte contains the opcode and the remainder the immediate operand or an operand address. What is the maximum directly addressable memory capacity in bytes? ഇവിടെ 16 MB, 8 MB, 32 MB, 64 MB. ഇതും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൽ തന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇത് 32-bit മൈക്രോ പ്രൊസസ്സർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 2 ഫീൽഡ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇവിടെ ഒരു മൈക്രോ പ്രൊസസ്സർ 32-bit ആണ്. ഇത് 32-bit ആണെന്ന് മനസ്സിലാക്കാം. 32-bit. ഇനി ഈ ഒരു മൈക്രോ പ്രൊസസ്സർ 32-bit ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞെങ്കിൽ 2 ഫീൽഡ് ഉണ്ട്. അപ്പോൾ ദ ഫസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ 32ൽ ഫസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 8 bits. അപ്പോൾ ആദ്യത്തെ 8 bit എന്താണ്? ഓപ്കോഡാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്കോഡ് ഉണ്ട്, അത് 8 bit ആണ്. ഫസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 bit ആണ്. അപ്പോൾ ഈ 32 നമുക്ക് എന്ത് കുറയ്ക്കാം? 32 നമുക്ക് 8 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 24 എന്ന് കിട്ടില്ലേ. ബാക്കി 24 ആയിരിക്കുമല്ലോ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഓപ്കോഡ് കഴിഞ്ഞാൽ ബാക്കി കിടക്കുന്നത് ആൻഡ് ദ റിമൈൻഡർ ദ ഇമ്മീഡിയറ്റ് ഓപ്പറൻറ്റ് ഓർ എൻ ഓപ്പറൻറ്റ് അഡ്രസ്സ് ആണ് നമുക്ക് റിമൈൻഡറായിട്ട് കിട്ടുന്നത്, അതായത് 24ൽ കിട്ടിയിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ മാക്സിമം ഡയറക്റ്റ്ലി അഡ്രസ്സബിൾ മെമ്മറിയാണ്. അപ്പോൾ ഇവിടെ മാക്സിമം എത്രയായിരിക്കും അതിൻ്റെ അഡ്രസ്സബിൾ മെമ്മറി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണ് എങ്കിൽ 2^24 ആയിരിക്കും നമ്മുടെ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് അഡ്രസ്സബിൾ മെമ്മറി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കാരണം ഇത്ര ബിറ്റ്സ് കൊണ്ട് നമുക്ക് എത്രത്തോളം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നറിയണം അല്ലേ. അതാണ് വേണ്ടത്. അപ്പം 24 ആകുമ്പോൾ 2^24 ആണ്. അപ്പം 2^24 ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2^20 എന്ന് പറയുന്നത് 1 MB ആണ്. അതായത് 2^20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 MB ആണ്. നമ്മളിതൊക്കെ ഓൾറെഡി പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ കേരള PSCയുടെ പോളിടെക്നിക്കിൻ്റെ ആ ഒരു ക്ലാസ്സസ് തൊട്ട് തന്നെ നിങ്ങൾ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് പല ഡിസ്കഷൻസിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പം 2^20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 MB ആണ്. ദെൻ ബാക്കി എത്രയാണ് ഉള്ളത്? 4 അല്ലേ ഉള്ളത്. അപ്പം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2^4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 16 ആണ്.
2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. 2⁻20 എന്ന് പറഞ്ഞാൽ 1 മെഗാബൈറ്റ് ആണ്. അപ്പോൾ 2⁻20 + 4 എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? 16 മെഗാബൈറ്റിന് എഴുതിക്കൂടെ? അതായിരിക്കില്ലേ നമുക്കിതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 16 മെഗാബൈറ്റ്. എങ്ങനെ കിട്ടി? അതായത് നമ്മൾ 32 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞു. അതായത് നമുക്ക് മൊത്തത്തിലുള്ളത് 32 ബിറ്റാണ്. അതിൽ ഫസ്റ്റ് ബൈറ്റ് 2 ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ബൈറ്റിൽ ഓപ്കോഡാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അപ്പോൾ 32 ബിറ്റിൽ 8 ബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്കോഡാണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള എന്തെന്നെയായിരിക്കും? ഓപ്പറൻ്റ് ആയിരിക്കും. അപ്പോൾ 32 - 8 24. ഈ 24 ബിറ്റ് കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 2⁻24 ആണ്. ഈ 2⁻24നെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻20 2⁻2 എന്നുള്ള രീതിയിൽ എഴുതാം. 2⁻20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മെഗാബൈറ്റ് ആണ്. ബാക്കിയുള്ള 2⁻4 ആണ്. 2⁻4 എന്ന് പറഞ്ഞാൽ 16 ആണ്. അതായത് 16 മെഗാബൈറ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 16 മെഗാബൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻസ്ട്രക്ഷൻ move AX 0025H belongs to the address mode. Register addressing mode, direct addressing mode, immediate addressing mode, indirect addressing mode. ഇവിടെ എന്താണുള്ളത്? നമ്മൾ 0025Hനെ നമ്മൾ ഏതിലേക്ക് മൂവ് ചെയ്യുന്നു? AXലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡാണ് അല്ലേ? കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ആ ഓപ്പറേറ്റിൽ അതിൽ വാല്യൂ തന്നെയാണുള്ളത്, അഡ്രസ്സ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്കതിന് എന്ത് പറയാം? അതിന് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡെന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻസ്ട്രക്ഷൻ മൂവ് AX 1250H ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഇവിടെ നേരത്തെ തന്നതുപോലെയാണോ? അല്ല, ഇവിടെ ഒരു ബ്രാക്കറ്റ് കിടപ്പുണ്ട് അല്ലേ? ബ്രാക്കറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡായിരിക്കും. കാരണം ഇവിടെ ആ 1250Hൽ കിടക്കുന്ന എഫക്റ്റീവ് അഡ്രസ്സാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡായിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻസ്ട്രക്ഷൻ മൂവ് AX, BX ഈസ് ആൻ എക്സാമ്പിൾ. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻസ്ട്രക്ഷൻ മൂവ് AX, BX ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബ്രാക്കറ്റ് ഇടുമ്പോൾ അത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് ആണ്. ഇത് രണ്ടും രജിസ്റ്റർ ആണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഓർത്ത് വെക്കുക. ഓക്കെ, AX BX എന്ന് പറയുന്നത് AX BX CX DX ഈ നാല് നമ്മുടെ രജിസ്റ്ററിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ AXലേക്ക് AX എന്ന് പറയുന്നതും അക്യുമുലേറ്റർ എന്നുള്ള രീതിയിൽ, BX ബേസ് രജിസ്റ്റർ, C എന്ന കൗണ്ടർ, അപ്പോൾ ഡാറ്റ രജിസ്റ്റർ, അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ AX BXന്ന് കണ്ടൻറ്റ് AXലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഡയറക്റ്റായിട്ടാണ് അഡ്രസ്സിങ് മോഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിങ് മോഡാണ്. രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ് ആയതുകൊണ്ടാണ് രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡാണ് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് അല്ലാത്ത എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്? ഇത് രണ്ടും രജിസ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്, പിന്നെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡ്, രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. നമ്മളിപ്പോഴും പറഞ്ഞിട്ടില്ല, ഇൻഡെക്സിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതിന് വരും ക്വസ്റ്റ്യൻസിൽ നമുക്കത് കൂടി കാണാം, അതും കൂടെ പരിചയപ്പെടാം. അത്തരം ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.